പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി കൂടി തീരുമാനിക്കുന്ന ഒരു പോരാട്ടമാണ്. ഒരു കംഫർട്ടബിൾ മെജോറിറ്റി 100 എന്നുള്ളത് അല്പം താഴ്ത്തി ഒരു കംഫർട്ടബിൾ മെജോറിറ്റി ലഭിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും എന്ന് വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരമൊരു വിജയം UDF ഉണ്ടായില്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ അസ്തമനം കൂടി നമുക്ക് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും നിർണായകമാണ്. വളരെയധികം ആരോപണങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്ന കുറേ വർഷങ്ങൾ കടന്നു വന്നു. LDF വലിയ പരാജയമുണ്ടായാൽ അതിൻ്റെ മുഴുവൻ പഴിയും മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടിയിൽ പോലും എതിർ ശബ്ദങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ടാകും. മറ്റൊന്ന് NDAയുടെ ഭാവി എന്ത് എന്നുള്ളതിലും ഇത്തവണ തീരുമാനമുണ്ടാകും. സീറ്റുകളുടെ എണ്ണം കൂട്ടിയില്ലെങ്കിൽ, സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ BJPയുടെ പ്രസക്തി എന്ത് കേരളത്തിൽ എന്നുള്ള ചോദ്യവും വളരെ പ്രധാനമായി ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും എന്ന കാര്യം സംശയമില്ല. നവമി ദിനേശും ഒപ്പം MS സനീഷ് കുമാറുമുണ്ട് വിവിധ മേഖലകളിലെ സ്പന്ദനങ്ങളുമായി. ആദ്യം നവമിയിലേക്ക്. നവമി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയിലാണ് നവമി ഉള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുടർച്ചയായി അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്നുണ്ട് എന്താണ് തൻ്റെ ഒരു വലിയ വിജയം സംഭവിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും, വനവാസത്തിന് പോകുമെന്നും മറ്റും. പ്രതിപക്ഷ നേതാവിൻ്റെ തോളിൽ ചാരിയാണ് UDFൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് പോരാട്ടവും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ഇടയ്ക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിജയം UDFന് സമ്മാനിച്ചതും അദ്ദേഹത്തിൻ്റെ നേതൃത്വം തന്നെയാണ്. ഒരുപാട് ആരോപണങ്ങൾ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടവുമായൊക്കെ ബന്ധപ്പെട്ടുണ്ടായെങ്കിൽ പോലും അത്തരമൊരു വിധി കൂടി ഇന്ന് വരുമെന്നുള്ളതും പ്രധാനമാണല്ലോ. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വളരെ ആർജവത്തോടുകൂടിയുള്ള പ്രഖ്യാപനത്തിൻ്റെ റിസൾട്ട് കൂടിയാണ് ഇന്നുണ്ടാവുക. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിലെ രമേശ് പിഷാരടി വോട്ട് ചെയ്യാനെത്തുന്ന പോളിംഗ് ബൂത്തിലാണുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പറവൂര് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിൽ ആജ്ഞയാണ് ഉള്ളത്. ഉടനെ തന്നെ ആജ്ഞ അവിടുത്തെ വിവരങ്ങളൊക്കെ നൽകും. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തവണ UDF ഈ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയത്. ആ തുടക്കം മുതൽ തന്നെ വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള തർക്കങ്ങളും ബഹളങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടായി. അതെല്ലാം രമ്യമായി പരിഹരിച്ചുകൊണ്ട് വളരെ ശക്തമായി തന്നെയാണ് ഗോദയിലേക്ക് UDF ഇത്തവണ ഇറങ്ങിയത്. അതിന് ചുക്കാൻ പിടിച്ചതായിക്കോട്ടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പാർട്ടിയും പ്രവർത്തകരും ഒക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ ഭരണം തിരിച്ചു പിടിക്കും. കഴിഞ്ഞ 2 തവണ നഷ്ടമായി, പക്ഷെ ഇത്തവണ ഭരണം തിരിച്ചു പിടിക്കും. വളരെ വലിയൊരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ തെരഞ്ഞെടുപ്പിനെ